നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിലെത്തിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മനാടായ പിണറായിയിൽ വൻ ജനസാഗരത്തെ സാക്ഷിയാക്കി റോഡ് ഷോ നടത്തി. ധർമ്മടം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K രഞ്ജിത്തിന്റെ പ്രചാരണത്തിനായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 പിണറായി പാണ്ഡ്യാല മുക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപി എത്തിയതോടുകൂടിയാണ് പ്രവർത്തകർ ആവേശത്തിലായത്. ബാൻഡ് വാദ്യങ്ങളും വർണ്ണക്കുടകളും വാദ്യമേളങ്ങളുമായി നടന്ന പ്രകടനം പിണറായി ടൗണിലെ പെട്രോൾ പമ്പ് പരിസരത്താണ് സമാപിച്ചത്. പാതയോരങ്ങളിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ജനങ്ങളെ കൈവീശി കാണിച്ചും വോട്ട് അഭ്യർത്ഥിച്ചുമാണ് സുരേഷ് ഗോപി മുന്നോട്ട് നീങ്ങിയത്. റോഡ് ഷോയ്ക്ക് ശേഷം സുരേഷ് ഗോപി കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ രമിത്തിന്റെ വസതി സന്ദർശിച്ചു. രമിത്തിന്റെ അമ്മയെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കണ്ണൂർ വിമാനത്താവളം വഴി റോഡ് മാർഗമാണ് അദ്ദേഹം പിണറായിയിലെത്തിയത്. തലശ്ശേരിയിലും ഇരമ്പിക്കയറി ജനക്കൂട്ടം. പിണറായിയിലെ പരിപാടിക്ക് ശേഷം വൈകിട്ട് 3 മണിയോടുകൂടി തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി O നിതീഷിന്റെ പ്രചരണത്തിനായി സുരേഷ് ഗോപി തലശ്ശേരി നഗരത്തിൽ എത്തി. വാടിക്കൽ രാമകൃഷ്ണ മന്ദിരം പരിസരം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടന്ന റോഡ് ഷോയിലും വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. സ്ഥാനാർത്ഥി O നിതീഷിനൊപ്പം നൂറുകണക്കിന് പ്രവർത്തകരും റോഡ് ഷോയെ അനുഗമിച്ചു. കഴിഞ്ഞ ദിവസം BJP ദേശീയ അധ്യക്ഷൻ നബിൻ മട്ടന്നൂരിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി കൂടി എത്തിയത് കണ്ണൂർ ജില്ലയിൽ NDA ക്യാമ്പുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും തൊട്ടടുത്ത മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യം അറിയിക്കാനാണ് ഇതിലൂടെ NDA ലക്ഷ്യമിട്ടത്.